ഓം ശാന്തി. ബാബ്ദാദയുടെ അവ്യക്തമധുര മഹാവാക്യങ്ങളിൽ ഇന്ന് ബാബ 4 ശക്തികളെക്കുറിച്ച്, 4 പവേഴ്സിനെ കുറിച്ച് പറയണം. ലോകത്തിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ ലോകവും നിലനിൽക്കുന്നത് 3 ശക്തികളിലാണ്. ഒന്ന് ബാബ പറയണേ, ഇത് പവറാണ്. രാഷ്ട്രീയ ശക്തി, രാജ്യത്തിൻ്റെ പവർ. മറ്റൊന്ന് ധാർമ്മികതയുടെ പവർ. മൂന്നാമത്തത് സയൻസിൻ്റെയും ടെക്നോളജിയുടെ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ശക്തി. ഇത് 3മാണ് ലോകത്തിൻ്റെ വികാസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബ എന്ന് പറയണേ, നിങ്ങളുടെ പക്കൽ ഒരു പവറും കൂടി അഡീഷണലുണ്ട്. ഏത് പവർ? ശ്രേഷ്ഠ കർമ്മം ചെയ്യാനുള്ള അറിവ്. അപ്പോൾ അവൻ്റെ അത് ഏറ്റവും വലിയ പവറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ സ്വഭാവത്തിൻ്റെ ശക്തി കൂടി ഉണ്ട്. അതാണ് ലോകത്തിലെ മിസ്സിങ്. എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയത് സദ്ഗുണങ്ങളുടെ, സൽസ്വഭാവത്തിൻ്റെ പവറില്ല. അപ്പോൾ ബാബ കർമ്മത്തിൻ്റെ അതീവ ഗുഹ്യജ്ഞാനം നൽകി ശ്രേഷ്ഠ കർമ്മം ചെയ്യാനും ശ്രേഷ്ഠ സംസ്കാരം, ശ്രേഷ്ഠ സ്വഭാവമുള്ളവരായി മാറാൻ ആ ഒരു പവറാണ് നമുക്ക് നൽകുന്നത്. അതാണ് സത്യുഗി പവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ലോകം ദേവലോകമാകുന്നത്. കാരണം അവിടുത്തെ പവർ ഏതാണ്? ഡിവിനിറ്റിയുടെ പവറാണ്, ദിവ്യഗുണങ്ങളുടെ ശക്തിയാണ്. അതുകൊണ്ടാണ് അതിനെ സതോ പ്രധാന ലോകമെന്ന് പറയുന്നത്. ബാബ ഇന്ന് ഈ 4 ശക്തിയും ഉപയോഗിച്ച് ബാബ പറയണേ, ഈ 4ഉം നമ്മളിലും പ്രവർത്തിക്കണം. ആ 4 പവർ നമ്മൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ എന്താണ്, എങ്ങനെയാണ് പ്രാക്ടിക്കൽ ലൈഫിൽ ഈ 4 പവേഴ്സ്, 4 ശക്തികൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയണം ബാബ. ഓരോന്നിൻ്റെയും പരിഭാഷ ബാബ വളരെ ലളിതമായി നൽകുന്നുണ്ട്. അത് വെച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഈ 4 പവേഴ്സിനെ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ 4 പവറിലൂടെ മാത്രമേ വികാസം, പുരോഗതി ഉണ്ടാകുള്ളൂ, ഉന്നതി ഉണ്ടാകും, വളർച്ചയുണ്ടാകും. ബാബയിൽ നമുക്ക് കേൾക്കാം 10-1-91. ബാബയുടെ റിവിഷൻ മുരളി 91-ലെയാണ്. 4 सत्ताओं के बैलेंस से बाप समान संपन्न और संपूर्ण बनो. 4 ശക്തികളുടെയും സന്തുലനത്തിലൂടെ ബാബയ്ക്ക് സമാനം സമ്പന്നരും സമ്പൂർണരുമായി മാറും. ബാബയ്ക്ക് സമാനം സമ്പന്നരും സമ്പൂർണരുമായി മാറും. ഈ മാസം ബാബ് സമാൻ മാസാണല്ലോ. ഹോംവർക്ക് അതല്ലേ? ബ്രഹ്മബാബയെ ആചരിക്കുക. ബ്രഹ്മബാബയുടെ ജീവിതത്തിൽ ഈ 4 സത്തകളും 4 പവേഴ്സും 4 ശക്തികളും ഉണ്ടായിരുന്നു. आज सर्वशक्तिवान बाप दादा अपने सर्वचार बच्चों की विशेष शक्तियों को देख रहे हैं. സർവശക്തിവാനായ ബാപ്പ് ദാദ ഇന്ന് തൻ്റെ മക്കളുടെ എല്ലാം സർവശക്തികളെയും വിശേഷാൽ രൂപത്തിൽ നോക്കുകയായിരുന്നു. ആജിക്ക് വിശ്വമേ, ഇന്നത്തെ ലോകത്തിൽ വിശേഷിച്ച് 3 ശക്തികൾ ഉണ്ട്. ഒന്ന് ധർമ്മസത്ത, ധാർമ്മികതയുടെ ബലം. രണ്ടാമത്തത് രാജ്യസത്ത, രാഷ്ട്രീയത്തിൻ്റെ ബലം, രാജ്യത്തിൻ്റെ പവർ. മൂന്നാമത്തത് വിജ്ഞാൻ കി സത്ത, ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ ശക്തി. ലേക്കിൻ ആ ബ്രാഹ്മൺ ആത്മാവും മേ 4 സത്തായ് ഹെ. ലോകത്തിലെ 3 ശക്തികളുണ്ട്. താങ്കൾ ബ്രാഹ്മണരുടെ പക്കൽ 4 ശക്തികളുണ്ട്.
ആദ്യത്തെ 3 നിങ്ങളിലുമുണ്ട്. ഒപ്പം 4ാമത്തെ ശക്തി, അഡീഷണൽ പവർ, ഏതാണ്? ശ്രേഷ്ഠ കർമ്മോങ്കി സത്താഹേ. നിങ്ങളുടെ പക്കലുള്ള 4ാമത്തെ ശക്തി ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ശക്തിയാണ്. ആജ് കെ വിശ്വമേ ഇസ് ചൗഥി സത്താക്കി കമി ഹൈ. ഇന്നത്തെ ലോകത്തിൽ ഈ 4ാമത്തെ പവർ കുറവാണ്. ഇസ്കോ ഹി കഹ ജാത്ത ഹൈ. ഇതിനെയാണ് പറയുന്നത് സൽ സ്വഭാവങ്ങളുടെ ശക്തി, ശ്രേഷ്ഠ സ്വഭാവത്തിന്റെ ശക്തി എന്ന് വേണമെങ്കിലും പറയാം. ഇൻ 4 സത്താവും ദ്വാര, ഈ 4 ശക്തികളിലൂടെ താങ്കൾ ബ്രാഹ്മണാത്മാക്കൾ अपना और विश्व का कल्याण कर रहे हो. സ്വയത്തിൻ്റെയും വിശ്വത്തിൻ്റെയും മംഗളം ചെയ്യാൻ. സുമംഗളത്തിനും ജനമംഗളത്തിന് അല്ലെങ്കിൽ വിശ്വമംഗളത്തിന് ബാബ എന്താ പറഞ്ഞ് ഈ 4 ശക്തികളും ഉപയോഗിക്കണം. അച്ഛി തരസെ ജാനത്തെ ഹോ, നന്നായി അറിയുന്നുണ്ടല്ലോ ഈ 4 ശക്തികളും എന്നിൽ ഉണ്ട്. അതെത്രത്തോളം ഉണ്ട്? ബാബ പറഞ്ഞു, ഇത് നിങ്ങൾ അറിയുന്നുണ്ടോ? അവരവരിൽ ഈ 4 പവേഴ്സ് എത്രയുണ്ട്? അതോ 4ൽ ഏതെങ്കിലും ഒരു ശക്തിയേ ഉള്ളൂ? ഉദാഹരണത്തിന് ധാർമ്മികതയുടെ ശക്തി എൻ്റെ പക്കലുണ്ട്, ബാക്കി 3 ഇല്ല. അങ്ങനെയാണോ ചോദിക്കുക ബാബ? ധാർമ്മികതയുടെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മശക്തി അർത്ഥം സദാ ശ്രേഷ്ഠ സുഖി കുഷ്ണം ജീവൻ ജീനേക്ക് കല. ധർമ്മത്തിന്റെ ശക്തി പറഞ്ഞാൽ എന്താണ്? സദാ ശ്രേഷ്ഠവും സുഖകരവും സന്തോഷകരവുമായ ജീവിതം ജീവിക്കാനുള്ള കലയുടെ പേരാണ് ധർമ്മസത്ത, ധാർമ്മികതയുടെ പവർ. അവരെയാണ് എന്താ പറയുക? ധർമ്മമുള്ളവർ. സുഖവും ശാന്തിയും സന്തോഷത്തോടെയും സദാ ജീവിക്കാനുള്ള കല ആരുടെ പക്കലുണ്ടോ അവരെ എന്താ പറയാം? ധർമ്മമുള്ളവരാണ്, ധർമ്മത്തിൽ സഞ്ചരിക്കുന്നവരാണ്, ധാർമ്മികതയുടെ പവറുള്ളവരാണ്. ഇതിനെയാണ് ധർമ്മം അഥവാ ധാരണ എന്ന് പറയുന്നത്. രാജ്യസത്ത അർത്ഥാത്. ഇനി അടുത്തത് രാജ്യത്തിന്റെ പവർ. ആരുടെ പക്കല? രാജ്യത്തിന്റെ. രാഷ്ട്രീയ ശക്തി പറഞ്ഞ് അപ്നേക്കോ ഓർ രാജ്യക്കോ അപ്നെ കർമ്മ സാധ്യോങ്കോ. നമ്മുടെ രാജ്യം ഏതാണ്? വ്യക്തിപരമായി നോക്കിയാൽ ഓരോരുത്തരുടെയും രാജ്യം അല്ലെ, സ്വരാജ്യം, ശരീരമാകുന്ന രാജ്യം. അപ്പൊ ബാബ പറയണേ രാജ്യ സത്ത അർത്ഥം സ്വയത്തെയും തൻ്റെ രാജ്യത്തെയും, ആത്മാവിന് തന്നെയും തൻ്റെ ശരീരമാകുന്ന രാജ്യത്തെയും, പിന്നെ കർമ്മസാധ്യകൾ, കർമ്മങ്ങളിൽ കൂടെ ഇടപഴകുന്ന കൂട്ടുകാരൊക്കെയാണ്. കർമ്മങ്ങളിൽ കൂടെ ഇടപഴകുന്ന കൂട്ടുകാരൊക്കെയാണോ അപ്നെ സ്നേഹ ഓർ ശക്തിക്ക് ബാലൻസ് ദ്വാര. ഇവരെ എല്ലാം സ്നേഹത്തോടെ ശക്തിയുടെ ബാലൻസിലൂടെ, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സന്തുലനത്തിലൂടെ സർവപ്രാപ്തികളുടെയും സന്തുഷ്ടതയുടെയും അധികാരം ദാതാവായി മാറി അനുഭവം ചെയ്യുക. അവരെ എന്ത് പറയാം? രാജ്യസത്തയുള്ളവർ, രാജ്യാധികാരമുള്ളവർ. ബാബ പറഞ്ഞ എന്താ രാജ്യാധികാരത്തിന്റെ മീനിങ്? സ്വയത്തെ അല്ലേ, സ്വന്തം ശരീരമാകുന്ന രാജ്യത്തെ, പിന്നെ കൂടെ ഇടപഴകുന്ന ഓരോരുത്തരെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും പവർ ഉപയോഗിച്ച് സന്തുലനത്തിലൂടെ അല്ലേ എല്ലാവരോടൊപ്പം ജീവിച്ചു പോകണം. പിന്നെ സർവപ്രാപ്തികളുടെയും സന്തുഷ്ടതയുടെയും അധികാരം അനുഭവം ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്ത് പറയാം? രാജ്യാധികാരമുണ്ട്, രാജ്യസത്ത കൂടെയുണ്ട്. രാജ അർത്ഥാത് ദാത. രാജാവാരായിരിക്കും?
ദാതാവായിരിക്കും, കൊടുക്കുന്ന ആളായിരിക്കും. ഹരേക്ക് ദ്വാര സന്തുഷ്ടതാക്കി വാഹ് വാഹ്. ബാബ പറയണു, നിങ്ങളെ രാജാവെന്നപ്പോഴേ പറയൂ, നിങ്ങളോടൊപ്പം ഇടപഴകുന്ന ഓരോരുത്തരും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരണം. ആഹാ, തൃപ്തരായി, തൃപ്തിയോടെ പോകണം ഓരോരുത്തരും, സംതൃപ്തിയോടെ. അപ്പൊ എന്താ പറയാം, മറ്റുള്ളവർക്ക് സംതൃപ്തി നൽകുന്ന ദാതാവാണ് താങ്കളെങ്കിൽ ആരാണ്? രാജ്യസത്തയുള്ള ആളാണ്. നേരത്തെ എന്താ പറഞ്ഞ, ഫസ്റ്റ് സ്വയത്തിലും അല്ലേ, സ്വന്തം രാജ്യത്തിലും അല്ലേ നിയന്ത്രണം, പിന്നെ ആരുടെ കൂടെ ഇടപഴകുന്നു അവർക്ക് സന്തുഷ്ടത നൽകുക, സന്തുഷ്ടത നൽകുന്ന ദാതാവായിരിക്കുക, തൃപ്തി നൽകുന്ന ദാതാവായിരിക്കുക. അപ്പൊ എന്താ പറയാം, ഇതാണ് രാജ്യാധികാരം എന്നാ പറഞ്ഞ ബാബ. സ്വരാജ്യാധികാരി എന്നപ്പോഴേ പറയാൻ കഴിയും. ഏഹേ യഥാർത്ഥ രാജ്യസത്ത, ഇതിനെയാണ് പറയുന്നത് യഥാർത്ഥമായ രാജ്യസത്ത, രാജ്യാധികാരം. സ്വന്തം രാജ്യത്തിലെ അധികാരമുണ്ട്, തൻ്റെ കൂടെ ഇടപഴകുന്നവർക്ക് സംതൃപ്തി നൽകാനും കഴിയുന്നുണ്ട്. അപ്പൊ രാജ്യാധികാരമുള്ളവരെന്ന് പറയാം. तो राज्य सत्ता अर्थात स्वयं चलने की और औरों को चलाने की कला. ഒന്നും കൂടി ബാബ അത് വ്യക്തമാക്കാണ്. രാജ്യാധികാരം അർത്ഥം സ്വയം ജീവിക്കാനും മറ്റുള്ളവരെ നടത്തിക്കൊണ്ടു പോകാനുമുള്ള കല. സ്വന്തം രാജ്യത്തെ നിലനിർത്താനുള്ള കലയും തൻ്റെ കൂടെ ഇടപഴകുന്നവരെ നിലനിർത്തി. ബാബ പറയണേ, ആരോടൊപ്പമാണോ ജീവിക്കുന്നത് അവരോടൊപ്പം നല്ല രീതിയിൽ നിയന്ത്രണത്തിൽ നല്ല രീതിയിൽ ഇടപഴകി പോകാനുള്ള കല, നടക്കാനും നടത്തിക്കാനുമുള്ള കല. വിജ്ഞാൻ കി സത്ത, അതാണ് ബാബ രാജ്യാധികാരത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് ശാസ്ത്രം, സയൻസിന്റെ പവർ. അത് നമ്മുടെ എല്ലാം ബാബ വ്യക്തിഗതമാക്കുകയാണ്. ലോകത്തിൽ ഇതെല്ലാം ജനറലാണ്. പക്ഷേ ബാബ ഈ 3 പവറും ഇന്ന് വ്യക്തിപരമായിട്ട് പറയാണ്. നമ്മുടെ വ്യക്തിപരമായി ഈ പവർ എന്താണ്? അടുത്തത് ശാസ്ത്രത്തിന്റെ, സയൻസിന്റെ ശക്തി. അർത്ഥം സയൻസിലൂടെ എന്തെല്ലാം സാധനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടോ അതിലൂടെ പ്രത്യക്ഷ ഫലം അനുഭവിക്കാൻ കഴിയാനുള്ള കല. സയൻസിന്റെയും ടെക്നോളജിയുടെയും സാമഗ്രികളുടെ സുഖം എടുക്കാൻ കഴിയുക. ശ്രേഷ്ഠ കർम की सत्ता अर्थात कर्म का वर्तमान फल खुशी. മനസ്സിലായില്ലേ? ശാസ്ത്രത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത സാധനങ്ങളും സാമഗ്രികളും സിദ്ധാന്തങ്ങളും എല്ലാം സുഖത്തിന് വേണ്ടി, സുഖമായിരിക്കാനും മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാനും വേണ്ടി ഉപയോഗിക്കാനുള്ള കല. ഇല്ലെങ്കിൽ അതേ സയൻസിന്റെ ടെക്നോളജി എന്ത് ചെയ്യും? ഉപയോഗിച്ച് സ്വയം അല്ലെ. ഇപ്പൊ ഫോണ് തന്നെ നോക്കൂ, സയൻസ് വികസിപ്പിച്ചെടുത്തൊരു സാധന. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരമുണ്ട്, സുഖം നൽകുന്നുണ്ട് അല്ലേ. പക്ഷെ അതേ സാധനം എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് അല്ലെ? വളരെയധികം ദുഃഖത്തിനും നാശത്തിനും നശീകരണത്തിനും സർവനാശത്തിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ ബാബ, ഇപ്പം സയൻസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ടെക്നോളജിയെ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? സ്വന്തം സുഖത്തിനും മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാനും. അതിനെ ദുഃഖം കൊടുത്താൻ ഉപയോഗിച്ചാൽ അതിനെ പവർ എന്നൊരിക്കലും പറയില്ല. അല്ല, അത് ദുരുപയോഗമായി പോയില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞ ബാബ, സയൻസും ടെക്നോളജിയും വളർത്തിയെടുത്ത സാധന സാമഗ്രികളിലൂടെ പ്രത്യക്ഷ ഫലം എന്ന് പറയുന്നത്, ഈ സയൻസ് വികസിച്ചത് എന്തിനാണ്? മനുഷ്യന് സുഖം നൽകാനാണ്. അതിന്ന് സുഖം അനുഭവിക്കാനുള്ള കല നമ്മുടെ പക്കല് ഉണ്ട്. ഫോണ് ദോഷകാരിയല്ല, ഫോൺ ഉപയോഗിക്കുന്ന നമ്മളാണ് അല്ലേ. അതിനെ സുഖത്തിന് ഉപയോഗിക്കണോ ദുഃഖത്തിന് ഉപയോഗിക്കണോ, ഉയരാൻ വളരാൻ ഉപയോഗിക്കണോ അല്ലേ, തളരാൻ ഉപയോഗിക്കണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അടുത്തത് 4ാമത്തെ പവർ ഏതാണ്? ശ്രേഷ്ഠ കർम की सत्ता अर्थात कर्म का वर्तमान फल. അടുത്തത് ബാബ പറയണേ, അടുത്ത ശക്തിയാണ് ശ്രേഷ്ഠ കർമ്മത്തിന്റെ ശക്തി. കർമ്മ കാ വർത്തമാൻ ഫൽ, കർമ്മത്തിന്റെ വർത്തമാനകാല ഫലം. ഏത് കർമ്മം ചെയ്യുമ്പോൾ ഉടൻ
ഒരു ഫലം കിട്ടും. ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഫലം ഏതാണ്? ഉടൻ കിട്ടുന്ന ഫലം ഖുഷി ഓർ ശക്തി, സന്തോഷവും ശക്തിയും. അതാണ് ഒരു കർമ്മത്തിന് കിട്ടുന്ന ഉടൻ കിട്ടുന്ന ഫലം. और साथ साथ भविष्य फल जमा होना, പ്രത്യക്ഷ ഫലം സന്തോഷവും ശക്തിയും, ഭാവി ഫലം അല്ലെ പുണ്യത്തിന്റെ രൂപത്തില് ശേഖരണം. इसको कहते हैं कर्म के खजानों की संपन्नता के नशे की कला. ഇതിനെയാണ് പറയുന്നത് കർമ്മത്തിന്റെ ഖജനാവ് ഉപയോഗിച്ച് നിറയ്ക്കുന്നതിന്റെ ലഹരിയുടെ കല. കർമ്മമാകുന്ന ഖജനാവ്, ബാബനെ കർമ്മം ഒരു ഖജനാവാണ്. ഈ ഖജനാവിനെ ബാബ പറയുന്നത് ഇതിനെ നിറയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ലഹരി നൽകും. അപ്പൊ ശ്രേഷ്ഠ കർമ്മം ചെയ്യുമ്പോൾ എന്തൊക്കെയാ നിറവ്? പ്രത്യക്ഷ നിറവാണ് സന്തോഷവും ശക്തിയും, ഭാവി നിറവാണ് അല്ലെ പുണ്യം, നല്ല ഡെപ്പോസിറ്റ്, ആശീർവാദത്തിന്റെ നിറയെ ഡെപ്പോസിറ്റ്. ബാബ പറഞ്ഞു ഇതാണ് ശ്രേഷ്ഠ കർമ്മം നൽകുന്ന പവർ. അബ് സോച്ചോ. അപ്പൊ ബാബ ഇപ്പൊ 4 പവേഴ്സ് എന്താണെന്ന് പറഞ്ഞു തന്നല്ലോ ബാബ. വ്യക്തിഗതമായി ഈ 4 ശക്തികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം. ഇനി നിങ്ങൾ ചിന്തിക്കൂ, പറയാ ബാബ. എന്ത് ചിന്തിക്കണം? ഈ ചാറും കലയും ആപ്കെ ജീവൻ മേ ഹേ. ഈ 4 കലകളും 4 ശക്തികള് ബാബ പറഞ്ഞ 4 കലകളായിട്ട് ഞാൻ ജീവിതം ജീവിക്കാൻ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്. സബ്സെ ബഡാ ഖസാന, ഏറ്റവും വലിയ ഖജനാവ് ഈ 4 എണ്ണത്തില് ഏതാണ്? ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഖജനാവാണ് ഏറ്റവും വലിയ ശക്തി 4. अगर श्रेष्ठ कर्मों का खजाना जीवन में नहीं है, ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഖജനാവ് ജീവിതത്തിൽ ഇല്ലെങ്കിൽ മാനവ ജീവിതം അമൂല്യ ജീവിതം എന്ന് പറയാൻ പറ്റില്ല. ബാബ പറയുന്നേ ഇല്ലെങ്കിൽ എന്ത് പറയുള്ളൂ? പശു സമാൻ ജീവൻ, മൃഗത്തെ പോലെയുള്ള ജീവിതം എന്നേ പറയാം. കാരണം മൃഗങ്ങൾ ഉണ്ണും ഉറങ്ങും, രാവിലെ വീണ്ടും എഴുന്നേക്കും, അല്ലെ ഉണ്ണാനുള്ളത് കണ്ടെത്താൻ ഓടും, ക്ഷീണിക്കുമ്പോൾ പോയി കിടക്കും. പാപ്പൻ ഇതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളും മൃഗങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറും അല്ലേ? പാപ്പ പറയണേ ഇത് മൃഗസമാന ജീവിതമാണ്. ഈ 4ാമത്തെ കല, ഇതാണ് മാനവന്റെ പക്കല് കിട്ടിയ കല, ശ്രേഷ്ഠ കർമ്മം ചെയ്യാനുള്ള കല. പാപ്പ പറയണേ അഗർ ശ്രേഷ്ഠ കർമ്മോങ്ക ഖസാന, ഈ ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഖജനാവ് ജീവിതത്തിൽ ഇല്ലെങ്കിൽ മാനവ ജീവിതത്തെ അമൂല്യമെന്ന് പറയില്ല, മൃഗീയ ജീവിതം എന്നേ പറയുള്ളൂ. तो आप सभी किस अथॉरिटी से, താങ്കൾ എല്ലാവരും ഏത് ശക്തിയെ ആണ് വിശ്വത്തിന് മുന്നിൽ വെല്ലുവിളിക്കുന്നത്? നിങ്ങളെല്ലാവരോടും എന്താ പറയണേ? ജീവൻ ജീന സീഖ്ന ഹോ तो എഹാം ആക്കർ സീഖോ. ജീവിതം ജീവിക്കാനുള്ള കല പഠിക്കണമെങ്കിൽ ഇവിടെ വന്ന് പഠിക്കൂ. പാപ്പൻ ഇതല്ലേ നിങ്ങൾ ലോകത്തോട് ചലഞ്ച് ചെയ്യണേ. ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ ഈശ്വരൻ മാനവന് അല്ലെ നൽകിയ മൃതസഞ്ജീവനി എന്താണ്? എങ്ങനെ ഈ ഭൂമിയിൽ ഒരു മാനവന് സർവശ്രേഷ്ഠ ജീവിതം ജീവിക്കാം. അതാണല്ലോ ബാബ ലക്ഷ്യത്തിന്റെ രൂപത്തിൽ, ഒരൊറ്റ ചിത്രത്തിന്റെ രൂപത്തിൽ നമുക്ക് മുന്നിൽ സമ്മാനിച്ചിരിക്കുന്നത് അല്ലേ? ലക്ഷ്മി നാരായണന്റെ ചിത്രം. അതെന്താണ്? ശ്രേഷ്ഠ ജീവിതം ജീവിക്കാനുള്ള കലയാണ്. ഒരു നരൻ എങ്ങനെ നാരായണനെ പോലെയാക്കാം, ഒരു നാരിക്ക് എങ്ങനെ അല്ലെ ശ്രീലക്ഷ്മിയെ പോലെയാക്കാം, അത് പഠിക്കാനുള്ള വിദ്യാലയം, യൂണിവേഴ്സിറ്റി അല്ലെ, അതിനുള്ള സത്സംഗം. അപ്പൊ പാപ്പ പറയണേ ഇതല്ലേ നിങ്ങളും എല്ലാവരോടും പറയണേ? ഈ വെല്ലുവിളി ലോകത്തോട് നിങ്ങൾ നടത്തുന്നതല്ലേ? രാജനേതാഹു, എത്ര പാപ്പ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ, ചഹെ വിജ്ഞാൻ സയൻസിന്റെ പവറുള്ളവര്, ശാസ്ത്രജ്ഞന്മാരാകട്ടെ, ബാക്കി ധാർമ്മിക നേതാക്കന്മാര്, റിലീജിയസ് ലീഡേഴ്സ് ആകട്ടെ, പാപ്പ പറയുന്ന എല്ലാവർക്കും മുന്നിൽ നിങ്ങൾ ആത്മീയ ലഹരിയോടെ ഈ കാര്യങ്ങൾ പറയാറല്ലേ? കാരണം ബാബയുടെ മുന്നിൽ എല്ലാവരും വരുന്നുണ്ടല്ലോ, സയന്റിസ്റ്റും വരുന്നുണ്ട് അല്ലെ, എത്ര റിലീജിയസ് ലീഡേഴ്സ്, ധർമ്മത്തിലെ നേതാക്കന്മാർ എത്ര, സർവധർമ്മത്തിൽ നിന്നും ബാബ വീട്ടിൽ വന്ന് പോകണുണ്ടല്ലോ. അപ്പം നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 2 ആഴ്ച കണ്ടിട്ടുണ്ടാവില്ല, മധുബനില് എത്ര സന്യാസി ശ്രേഷ്ഠന്മാരുടെ മഹാസമ്മേളനമാണ് നടന്നത്. എത്ര വലിയ വലിയ ആൾക്കാരാണ് പങ്കെടുത്തത്. യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓരോരുത്തരും
അവരുടെ 3 ദിവസത്തെ പ്രോഗ്രാമിന് ശേഷം എത്ര നല്ല നല്ല അനുഭവങ്ങളാണ് ലോകത്തോട് വിളിച്ചു പറയാൻ. ബാബ പറയുന്ന പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴങ്ങണത് നമുക്ക് കേൾക്കാമായിരുന്നു. പണ്ടൊക്കെ ബാബ പറഞ്ഞിട്ടുണ്ട്, ധാരാളം സാക്കാർ മുരളികൾക്കുള്ളിൽ ധാരാളം സന്യാസിമാർ വരും, ധാരാളം രാജ ഫാമിലി എന്നുള്ള ആത്മാക്കൾ വരും, രാഷ്ട്ര നേതാക്കന്മാർ വരും. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം നോക്കൂ, ആർട്ടിസ്റ്റ് ലോകത്തിൻ്റെ മാറ്റത്തിൻ്റെ സമയം സമീപത്തെത്തി എന്നതിൻ്റെ എത്ര വലിയ തെളിവുകളാണ് സമീപത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലേക്ക് നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് പോലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ബാബയുടെ പക്കാ പിക്കെയാണ്. എല്ലാ നിയമങ്ങളും പാലിക്കുന്ന, അമൃതവേള മുതൽ ജീവിതം സമ്പൂർണ്ണ ബ്രഹ്മകുമാരി ജീവിതം ജീവിക്കുന്ന ശ്രേഷ്ഠാത്മാവാണ്. അപ്പോൾ ബാബ പറയില്ലേ, കാലത്തിൻ്റെ മാറ്റം എങ്ങനെ മാറ്റമുണ്ടാകണം. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റം വരുമല്ലോ. അപ്പോൾ രാജ്യസത്ത ശ്രീകൃഷ്ണൻ്റെ കൈകളിലേക്ക് പോകണമെങ്കിൽ അതിനൊരു ഓർഡർ വേണമല്ലോ. അപ്പോൾ ബാബ എല്ലാം ഡ്രാമ അനുസരിച്ച് നമുക്കിപ്പോൾ കാണാനുള്ള, സാക്ഷിയായി കാണാനുള്ള അവസരം തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ബാബ പറയണ, ഇപ്പം നിങ്ങൾക്ക് ഈ ആത്മീയ ലഹരി ബാബ പറയണ എത്രത്തോളം ഉണ്ടായിരിക്കണം. കാരണം ഭഗവാന്റെ മുന്നിൽ രാഷ്ട്രീയ നേതാക്കളാകട്ടെ, ശാസ്ത്ര നേതാക്കളാകട്ടെ, ധാർമ്മിക നേതാക്കളാകട്ടെ, ബാബന് അവർക്കെല്ലാം മുന്നിൽ ആത്മീയ ലഹരിയോടെ നിങ്ങൾക്ക് ബാബയുടെ ഈ കാര്യം പറയാൻ കഴിയുന്നുണ്ടല്ലോ. ബേഫിക്കർ ബാദ്ഷാഹ് ബൻ കെ ദേഖോ. അപ്പൊ ബാബ പറയണേ, ചിന്തയില്ലാത്ത ചക്രവർത്തിമാരായി ബാബ പറയണേ നിങ്ങൾ നോക്കൂ. അവരോട് പറയാൻ നിങ്ങൾക്കിത് കഴിയുമല്ലോ. നിങ്ങൾ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ പഠിപ്പ് പഠിച്ചാൽ നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നോ അത് ചിന്തയില്ലാത്ത ചക്രവർത്തിയായി ചെയ്യാൻ കഴിയും. അവരവരുടെ അനുഭവം പറയുന്നുണ്ടായിരുന്നല്ലോ. ആദരണീയ ദ്രൗപദി മാഡം 2 പുത്രന്മാരുടെ അകാല മരണം, അതിനുശേഷം പതി നഷ്ടപ്പെടുന്നത്, ഇതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ബാബയുടെ ജ്ഞാനം എങ്ങനെയാണ് തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോഴും സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജം തനിക്ക് എങ്ങനെ പകർന്നു കിട്ടി. അത് ബാബയുടെ ജ്ഞാനത്തിലൂടെയാണ് ലഭിച്ചത് എന്ന് പറയണുണ്ട്. അന്ന് മുതൽ ബ്രഹ്മമുഹൂർത്തം മുതലുള്ള എല്ലാ ഈശ്വരീയ നിയമങ്ങളും മര്യാദകളും പാലിച്ച് ജീവിതം ജീവിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് ആള് ഇത്ര ശ്രേഷ്ഠ അനുഭവം പറയണ. ജാർഖണ്ഡിലെ ഗവർണറായിരിക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, രാവിലെ 3:30 നിങ്ങൾ എങ്ങനെ എഴുന്നേക്കണേ? ഒരു ഗവർണർക്ക് എങ്ങനെ ഇത്ര നേരത്തെ എഴുന്നേക്കാൻ കഴിയും? അപ്പൊ ബാബയുടെ മക്കള് രാജ്യത്തിൻ്റെ ഇതെല്ലാം തലങ്ങളിലിരുന്ന്, ഭരണചക്രത്തിരിക്കുന്ന സ്ഥാനങ്ങളിലിരുന്ന് ഓരോ സ്ഥലങ്ങളിലും പരമാത്മ വൈബ്രേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാബ തൻ്റെ കാര്യം ഗുപ്ത രൂപത്തിൽ ചെയ്തുകൊണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും, ഇനിയുണ്ടല്ലോ സമയം. പക്ഷേ വിശ്വവ്യവസ്ഥിതികൾ പരിവർത്തനപ്പെടാൻ ബാബ പറയാറില്ല, സെക്കൻഡേ ആവശ്യമുള്ളൂ എല്ലാറ്റിനും. ഗുപ്തമായിട്ടുള്ള പാർട്ടുകൾ പ്രത്യക്ഷത്തിൽ നമ്മൾ വിചാരിക്കും ഇനിയും സത്യയുഗം വരാൻ കുറേ സമയം എടുക്കുമായിരിക്കും. പക്ഷെ അണ്ടർഗ്രൗണ്ടിൽ വളരെ ഗുപ്തമായിട്ട് ബാബ തൻ്റെ കാര്യത്തെ ആരാരിലൂടെ എവിടെയൊക്കെ ചെയ്യണമോ എല്ലാം ബാബയുടെ ജോലി ഏകദേശം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനിയും തുടങ്ങാത്തവരായിട്ടിരിക്കുന്നവർ പോലും ധാരാളമുണ്ട്. ഇനിയും എത്രയോ നീണ്ട കാലം നമുക്ക് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, സമയമുണ്ട്, ഇനി കാലമുണ്ട് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആത്മാക്കളുണ്ട്. കയ്യിൽ കിട്ടിയിരിക്കുന്ന സമയം ഓരോ ദിവസവും നമുക്ക് ബോണസാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സദുപയോഗം ചെയ്യേണ്ടത്. ജീവൻ കാ യഥാർത്ഥ ആനന്ദ്. അപ്പൊ ചോദിക്കണേ, നിങ്ങൾ കുട്ടികൾക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ ആനന്ദം, ചിന്തയില്ലാത്ത ചക്രവർത്തി അർത്ഥം ബാബ പറഞ്ഞ ജീവിതത്തിലെ യഥാർത്ഥ ആനന്ദം അനുഭവിക്കുകയല്ലേ.
സബ്സെ ബഡാ ഖസാന, ഏറ്റവും വലിയ ഖജനാവ് ബാബ പറയണേ ആരുടെ പക്കലാണുള്ളത്? ഏറ്റവും വലിയ ഖജനാവ്. 4 ഖജനാവിനെ കുറിച്ച്, 4 പവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാബ പറയണേ ലോകത്ത് മറ്റാരുടെയും പക്കലില്ലാത്ത ഏറ്റവും വലിയ ഖജനാവ് ആരുടെ അടുത്തുണ്ട്? ബാബ മുരളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞു ഹമാരെ പാസേ, ബാബ ഞങ്ങളുടെ പക്കലുണ്ട്. അതോറിറ്റീസെ കെത്തേ ഹോന്ന് ബാബ പറയണ വെറുതെ പറയണോ അതോ പവറോടെ പറയണോ? നിങ്ങൾ അധികാരത്തോടെ പറയുകയാണ്. ക്യോങ്കി ദുനിയാമേ 3 സത്തായേ ഹേ, കാരണം ലോകത്തില് 3 ശക്തികളുണ്ട്. ആപ്കെ പാസ് 4 സത്തായേ ഹേ, പക്ഷെ താങ്കളുടെ പക്കൽ 4 പവേഴ്സാണുള്ളത്. ഓർ ചാരോ ഹി സത്താവും കാ ബാലൻസ്, മറ്റ് ബാബ പറയണേ ഈ 4 പവറുകളുടെയും സന്തുലനം യഹി ബാപ് സമാൻ സമ്പന്ന ഓർ സമ്പൂർണ്ണ സ്ഥിതി ഹേ. ഈ 4 ശക്തികളെയും സന്തുലിതമായ രീതിയിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ എന്ത് പറയാം? ബാബയ്ക്ക് സമാന സമ്പൂർണ്ണ സമ്പന്ന സ്ഥിതി. പിന്നെ ബാബ് സമാൻ സമ്പന്ന സ്ഥിതിക്ക് പുതിയൊരു പരിഭാഷയും കൂടി കിട്ടിയല്ലേ? ബാബ എന്താ പറഞ്ഞേ? പുതിയൊരു ധാരണ. ഈ 4 പവറുകളെയും ജീവിതത്തിൽ സന്തുലനത്തോടെ ഉപയോഗിച്ച മാത്രമേ ബ്രഹ്മബാബയ്ക്ക് സമാനാകും. തപസ്യ വർഷമാണല്ലോ. 4 പവറുകളും പരിശോധിക്കൂ. 4 പവറുകളുടെയും ആധാരത്തിലാണ് ഏകരസസ്ഥിതിയുടെ ഇരിപ്പിടത്തിൽ. കാരണം പറയണം ബാബ, ഈ 4 പവറുകളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലേ ഏകരസസ്ഥിതി എന്ന സീറ്റിൽ സദാ അജഞ്ചലരായി ദൃഢതയോടെ ഇരിക്കാൻ പറ്റും. അജൽ അഡോൾ തന്നല്ല ബാബ തന്നിരിക്കുന്ന ശ്രീമതം. എന്ത് സംഭവിച്ചാലും അചഞ്ചലരായി ദൃഢതയോടെ ഇരിക്കുക. തപസ്യ സദൈവ് ആസൻ പർ കർത്തേ ഹേ. തപസ്യക്ക് ഒരു ഇരിപ്പിടമുണ്ട്. ആസനത്തിലിരുന്നാണ് തപസ് ചെയ്യുക. ഇവിടെ ഈ 4 സത്തകള്, ശക്തികള് 4 കാലുകളാണ്. ഏതിൻ്റെ? ഇരിപ്പിടത്തിൻ്റെ. ഒരു ഇരിപ്പിടത്തിനൊരു കസേരയ്ക്ക് എപ്പോഴും 4 കാല് വേണമല്ലോ. അപ്പോൾ ബാബ പറയണേ നിങ്ങൾക്കിരിക്കാനുള്ള കസേരയുടെ 4 കാലുകളാണ് ഈ 4 ശക്തികൾ. ഈ 4 ശക്തികളാകുന്ന കാലുകളാണ് നിങ്ങളുടെ ഇരിപ്പിടം. ഏകരസ സ്ഥിതി എന്ന ഇരിപ്പിടത്തെ സ്ട്രോങ് ആക്കണം. കസേര ഏകരസ സ്ഥിതി. പക്ഷെ ഏകരസ സ്ഥിതി എന്ന കസേര നിലനിൽക്കുന്നത് 4 കാലിലാണ്. ഏത് 4 കാലില്? ഈ 4 പവറുകൾ ഉണ്ടെങ്കിലേ ബാബ പറയുന്ന നിങ്ങളുടെ പക്കല് ഏകരസ സ്ഥിതി എന്ന സീറ്റ് ഉണ്ടാവും. ആ ഏകരസ സ്ഥിതിയുടെ കസേരയിൽ ഇരിക്കുന്നാലേ എന്ത് നടക്കൂ? തപസ്യ, തപസ്, തപസ്വി ജീവിതം എന്ന് പറയും. ഹർ സമയം, ഓരോ നിമിഷത്തിലും ചിന്തയില്ലാത്ത ചക്രവർത്തിയുടെ അനുഭവം അപ്പോൾ ഉണ്ടാകും. ആരേകരസ സ്ഥിതിയുടെ കസേരയിൽ ഇരിക്കുന്നു? അല്ല, ഈ 4 പവറുകളാകുന്ന കാലുകളുള്ള ഏകരസ സ്ഥിതിയുടെ കസേരയിൽ ഇരിക്കുന്ന മക്കൾക്ക് ജീവിതത്തിൽ ചിന്തയില്ലാത്ത ചക്രവർത്തി സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ പറ്റും. ചക്രവർത്തി അർത്ഥം ബാബ പറയാം. ഇടയിലിടയിൽ ബാബ ഈ വാക്ക് ഉപയോഗിക്കുമല്ലോ, നിങ്ങളെ ഞാൻ ചക്രവർത്തിയാക്കാൻ വന്നിരിക്കുക. ബാബ പറയുന്ന ചക്രവർത്തി പറഞ്ഞ പവർഫുൾ, അധികാരമുള്ളവർ, പവറുള്ളവർ, ശക്തിയുള്ളവർ. പ്രജ അർത്ഥാത് അധീൻ. പ്രജ എന്ന് പറഞ്ഞ് അധീനം. രാജ പറഞ്ഞ് ചക്രവർത്തി എന്ന് പറഞ്ഞ് അല്ല, അധികാരമുള്ളവർ. ആ താങ്കൾ ചിന്തയില്ലാത്ത ചക്രവർത്തിമാരാണ്. ബാബ പറയണേ ചിന്തയില്ലാത്ത പ്രജ എന്ന് പറയില്ല, ചിന്തയില്ലാത്ത ചക്രവർത്തി എന്നേ പറയും. രാജയോഗികളല്ലേ, പ്രജായോഗിയല്ലോ. ഈ ചിന്തയില്ലാത്ത ചക്രവർത്തി സ്ഥിതിയുടെ അടയാളം എന്ത് കാണപ്പെടണം? എന്ത് കാണപ്പെടണം? ജിത്ന അധികാരി ഉത്തന ഹി സർവ്വക്കെ സത്കാരി. എത്രത്തോളം അധികാരി ആത്മാവാണ് അത്രത്തോളം സർവരാലും സത്കാരം ലഭിക്കുന്നവരായിരിക്കും, സർവരാലും ആദരവ് ലഭിക്കുന്നവരായിരിക്കും. വെറും അധികാരിയല്ല, സർവർക്കും പ്രിയപ്പെട്ട അധികാരി.
അധികാരി കി പരഖ് ഹി സത്കാരി സെ ഹോത്തി ഹെ. ബാബ പറഞ്ഞു, നിങ്ങളുടെ അധികാരം തിരിച്ചറിയേണ്ടത് സർവരാലും നിങ്ങൾ ആദരിക്കപ്പെടുന്നവരാണ്. സർവരാലും അംഗീകരിക്കപ്പെടുന്നവര്, ആദരിക്കപ്പെടുന്നവര്, സർവരുടെയും അല്ലെ സത്കാരം, സ്നേഹം ലഭിക്കുന്നവരാണോ? സുനയന യോഗ്യ രാജാക്കി നിശാനി. ബാബനെ ഞാൻ ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, രാജ്യസത്തയില് ബാബ ഒരു കാര്യം പറഞ്ഞിരുന്നുവല്ലോ. ഇതായിരുന്നു സർവരെയും സന്തുഷ്ടരാക്കുന്ന കല. യോഗ്യമായ രാജാവിൻ്റെ അടയാളമാണ് സർവരാലും സന്തുഷ്ടതയുടെ പുഷ്പവർഷം നടക്കും. രാജാവിന് എന്ത് കിട്ടും? യോഗ്യ രാജാവിന് സർവാത്മാക്കളുടെയും സംതൃപ്തിയുടെ പൂക്കള്. ബാബ പറയുന്ന സന്തുഷ്ടതയുടെ പൂക്കള് സർവരും താങ്കളുടെ മേലെ വർഷിക്കണം. വാഹ് വാഹ് കെ ഗീത് പോലും, ആഹാ ആഹാ എന്ന ഗീതം താങ്കളെ കുറിച്ച് പറയാം. ഐസി രാജ്യസത്ത പ്രാപ്ത് കീ ഹേ. പവച്ചിക്കണ ഇങ്ങനെയുള്ള രാജ്യാധികാരം താങ്കൾക്കുണ്ടോ? ഇത്രയും താങ്കൾക്ക് സ്വരാജ്യാധികാരമുണ്ടോ? ആരുമാരെല്ലാം സംബന്ധ സമ്പർക്കത്തിൽ വരുന്നു, ആരോടൊപ്പം ഇടപഴകുന്നു അല്ലേ, എല്ലാവരെയും സന്തുഷ്ടരാക്കുന്ന കല. പെഹ്ലെ അപ്നെ സമീപ് കെ കരം സാധി. ബാബ പറയണേ, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ജോലിക്കാര് ആരാണ്? താങ്കളുടെ തന്നെ കർമ്മേന്ദ്രിയങ്ങളാണ്. താങ്കളുടെ രാജ്യത്തിൽ താങ്കൾക്ക് ഏറ്റവും സമീപമുള്ളത്, ആത്മാവിന് ഏറ്റവും നിയറസ്റ്റ് സ്വന്തം കർമ്മേന്ദ്രിയങ്ങളാണല്ലോ. മുച്ചാത്മാ. ബാബനെ ആ ജോലിക്കാരെ ചെക്ക് ചെയ്യൂ പറയാ ബാബ. എന്താ പരിശോധിക്കേണ്ടത്? മുച്ചാത്മാ രാജാക്കെ സ്നേഹ और ശക്തി അർത്ഥാത് ലവ് और ലോ ദോനോ ഹി സദാ. എൻ്റെ ഈ ജോലിക്കാര്, എൻ്റെ ലോ ആൻഡ് ഓർഡർ, ലവ് ആൻഡ് ലോ, സ്നേഹത്തോടെ നിയമത്തിനുള്ളിൽ എനിക്ക് എൻ്റെ കർമ്മേന്ദ്രിയങ്ങളാകുന്ന ജോലിക്കാരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ്? മസ്ബൂരി സെ ചൽ രഹേ ഹോ യാ മുഹബത്ത് സെ. നിർബന്ധപൂർവം നിയന്ത്രിച്ചു കൊണ്ടുപോകുകയാണോ? നിവൃത്തികേട് കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടു പോകുകയാണോ? അതോ പ്രേമത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം? സ്നേഹത്തോടെയാണോ അല്ലേ ഫോഴ്സ്ഫുള്ളിയാണ്? ദിഖാവ മാത്ര ഹേ യാ ദിൽ സേ ഹേ. വെറുതെ ഷോയ്ക്ക് മാത്രം, കാണിച്ചു കൂട്ടാൻ മാത്രമാണോ ഇന്ദ്രിയങ്ങളുടെ മേലെ എനിക്ക് കൺട്രോളുള്ള ആളാണ് ഞാനെന്ന് മറ്റുള്ളവരെ കാണിക്കൽ മാത്രമാണോ? അതോ ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണമുണ്ടോ? അതേപോലെ മുഴുവൻ ദിവസത്തിന്റെ ദിനചര്യയിൽ അപ്നെ കർമ്മ സംബന്ധി, അടുത്തത് മുഴുവൻ ദിവസം ആരുമായിട്ടൊക്കെ ഇടപഴകേണ്ടി വരുന്നു കർമ്മക്ഷേത്രത്തിൽ. ആ ഇടപഴകേണ്ടി വരുന്ന സംബന്ധത്തിലും സമ്പർക്കത്തിലും അതിൽ ബന്ധുക്കളുണ്ടാവും, മിത്രമുണ്ടാവും, ജസ്റ്റ് ഇടപെട്ട് പോകുന്ന ഇടപാടുകാരുണ്ടാവും. അങ്ങനെ ആരോടൊപ്പമൊക്കെ ഇടപഴകേണ്ടി വരുന്നോ ഉസ്കെ സാത്ത്, അവരോടൊപ്പം സർവ സമ്പർക്കമേ അനിവലി ആത്മാവുകോ. അങ്ങനെ ആരോടൊപ്പമൊക്കെ ഇടപഴകേണ്ടി വരുന്നു അവരെ എല്ലാം നോക്കൂ മുച്ച് രാജ്യാധികാരി ആത്മാദ്വാര. അതിലെ ബന്ധുക്കളും മിത്രങ്ങളും ഇടപാടുകാരും എല്ലാവരിലും നോക്കൂ. ആത്മാവാകുന്ന എനിക്ക്, രാജ്യാധികാരി ആത്മാവായ ഞാൻ എത്ര ശതമാനത്തിൽ കിത്തനെ സന്തുഷ്ട और ഹർഷിത് രഹേ, എത്രത്തോളം ഞാൻ സന്തുഷ്ടനാണ്, അവരെന്നിൽ എത്ര സന്തുഷ്ടരാണ്. ആരോടൊപ്പമൊക്കെ രാവിലെ മുതൽ വൈകുന്നവരെ എനിക്ക് ഇടപഴകേണ്ടി വരുന്നു, അതിൽ ഞാൻ എത്ര സന്തുഷ്ടനാണ്, അവരെന്നിൽ എത്ര സന്തുഷ്ടരാണ്. ഏഹേ രാജ്യസത്താക്കി യഥാർത്ഥ അനുഭൂതി. ഇതിനെയാണ് എന്ത് പറയണേ? രാജ്യാധികാരത്തിൻ്റെ യഥാർത്ഥ അനുഭവം. സ്വരാജ്യാധികാരിയാണെങ്കിൽ ബാബ പറയണേ, മുഴുവൻ ദിവസവും ആരോടൊപ്പമൊക്കെ ഇടപഴകേണ്ടി വന്നാലും ഞാൻ എത്ര സന്തുഷ്ടൻ, അവരെന്നിൽ എത്ര സന്തുഷ്ടര്. വിജ്ഞാൻ കെ സത്താക്കി ചെക്കിങ് കൈസെ കരേങ്കെ. ബാബ പറഞ്ഞ ഇങ്ങനെയാണ് രാജ്യത്തിന്റെ സത്ത, രാജ്യാധികാരത്തെ ചെക്ക് ചെയ്യേണ്ടത്. അടുത്തത് സയൻസിന്റെ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചെക്കിങ് എങ്ങനെ ചെയ്യും?
ഹദക്ക വിജ്ഞാൻ ഹദക്കെ സ്ഥൂൽ സാധനവും ദ്വാര. അപ്പൊ പിന്നെ അത് നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, പരിധിയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചെക്കിങ് അത് നൽകുന്നത് സയൻസ് എന്താ തന്നത്? സ്ഥൂലമായ സാധനങ്ങൾ, സൗകര്യങ്ങൾ നൽകുന്ന ധാരാളം സാമഗ്രികൾ പ്രദാനം ചെയ്തു. അതിലൂടെ സുഖം, വിശ്രമം, എത്ര അനുഭൂതി എനിക്ക് കിട്ടുന്നുണ്ട്. ശാസ്ത്രം ഇപ്പൊ AC റൂമുണ്ട്, പക്ഷെ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അതാണല്ലോ, എല്ലാ സാധനങ്ങളും സാമഗ്രികളും ഉണ്ട്. അപ്പൊ ബാബ പറയണേ, സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ സാധനം സുഖത്തിനും വിശ്രമത്തിനും നൽകി തന്നതാണ്. പക്ഷെ ഇതിലൂടെ സുഖവും വിശ്രമവും എനിക്ക് എത്രത്തോളം, സാധനങ്ങളെല്ലാം എൻ്റെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതം സുഖകരമാണോ? എനിക്ക് സമാധാനമായിട്ട് വിശ്രമിക്കാൻ കഴിയുന്നുണ്ടോ? ആപ്കാ വിജ്ഞാൻ. ഇനി അത് പരിധിയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ, ശാസ്ത്ര പവറിൻ്റെ, ശാസ്ത്രത്തിൻ്റെ ശക്തിയുടെ ചെക്കിങ്. ഇനി ബാബ പറയണം, നിങ്ങൾക്കത് വ്യക്തിഗതമായി മാറുമ്പോൾ പരിധിയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ മാത്രമല്ല, പിന്നെയോ പരിധിയില്ലാത്ത വിജ്ഞാനം നിങ്ങളുടെ പക്കലുള്ളത് യോഗശക്തിയാണ്. ബാബന് നിങ്ങൾക്ക് ഇതും ആപ്ലിക്കബിൾ ആണ്. ശാസ്ത്ര സാങ്കേതിക ടെക്നോളജി വിദ്യ മാത്രമല്ല, ബാബന് നിങ്ങളുടെ വിദ്യ ഇതും കൂടിയുണ്ട്, യോഗവിദ്യ, യോഗശക്തി. योग बड़े ते बड़ा विज्ञान है. കാരണം ഏറ്റവും വലിയ സയൻസാണ്, ഏറ്റവും വലിയ സയൻസാണ് യോഗം. ബാബ പഠിപ്പിക്കുന്ന ആത്മാവും പരമാത്മാവും തമ്മിലുള്ള, ബാബ പറയുന്ന കൂടിക്കാഴ്ച, ഇതാണ് ഏറ്റവും വലിയ വിജ്ഞാനം, ഏറ്റവും വലിയ തിരിച്ചറിവ്, ഏറ്റവും വലിയ ടെക്നോളജി, ഏറ്റവും വലിയ വിദ്യ. വഹാ ഹേ സാധൻ. ബാബ പറയണേ, അവിടെ സയൻസ്, ശാസ്ത്രത്തിൻ്റെ അറിവ് സാധനങ്ങളെ ഡെവലപ്പ് ചെയ്യണം. ഇവിടെ ബാബ നൽകിയിരിക്കുന്ന അറിവ്, ഈ തിരിച്ചറിവ്, ആധ്യാത്മിക വിദ്യ. ബാബ പറഞ്ഞ ഈ വിദ്യ എന്താ തരുന്നത്? സാധന, നമ്മളെ സാധകരാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിലൂടെ സാധനയാണ്, അവിടെ സാധനങ്ങളാണ്, ഇവിടെ സാധന ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ആത്മാക്കു മൻ ഓർ ബുദ്ധിക്ക് സാധന ദ്വാര. ആത്മാവില് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആത്മാവിനെ സാധനയിലൂടെ എത്ര ദൂരത്തേക്കാണ് സഞ്ചരിക്കാൻ ബാബ പഠിപ്പിച്ചിരിക്കണേ. ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ സൂര്യൻ വരെ പോലും എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ചന്ദ്രനിൽ പോയി, പക്ഷെ ബാബ പറയണേ സൂര്യൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ ഇപ്പോഴും. പക്ഷെ പരിധിയില്ലാത്ത വിദ്യ, ബാബ പറയണേ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഉപരി മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് സാധനയിലൂടെ, ബാബ പറയണ ബാബ എവിടെ എത്താൻ പഠിപ്പിച്ചു? സൗരയൂഥത്തിനും അകലെ അല്ലേ, പരമാത്മാ പിതാവിൻ്റെ അടുത്തേക്ക് ബാബ പറയണേ ഇത്ര ദൂരത്തേക്ക് പോകാൻ പഠിപ്പിച്ചു. ഇനി സയൻസിന്റെ എത്ര തന്നെ വിദ്യ അറിയാമെങ്കിലും, ടെക്നോളജിയുടെ കൂട്ടുകെട്ടുണ്ടെങ്കിലും, ബാബ പറയണേ ഇവിടുന്ന് ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ തന്നെ എത്ര ചെലവാ, എത്ര കോടികളുടെ ചെലവാ ഒരു തവണ പോയി വരണമെങ്കിൽ. ടെക്നോളജി മാത്രം പോരല്ലോ. ബാബ പറഞ്ഞ ചെലവ് എത്രയാ? ബാബ ചോദിക്കണം നിങ്ങൾക്കോ? ബാബ ചോദിക്കണം നിങ്ങൾക്ക് ഒരു ചില്ലിക്കാശിന്റെ ചെലവുണ്ടോ പരംധാമത്തിൽ പോയി വരാൻ? ബാബ പറയുന്ന സമയക്കോ കേത്തെ ടൈം ഈസ് മണി. അടുത്തത് ബാബ പറയുന്ന സമയം, റോക്കറ്റിനാണെങ്കിൽ പോയി വരാൻ സമയം എടുക്കുമല്ലോ. ബാബ പറയണേ പൊതുവെ ലോകത്തിൽ പറയും സമയം പൈസയ്ക്ക് സമാനമാണ്. സ്ഥൂൽ മണി തോ നഹി ലഗ്തേ ലേക്കിൻ ടൈം കി മണി ഭി നഹി ലഗ്തേ. ബാബ പറഞ്ഞ നിങ്ങൾക്ക് പൈസയുടെയും ചെലവില്ല, സമയത്തിൻ്റെയും ചെലവില്ല. കിത്തന ബിടവിക്കാൻ. അതുകൊണ്ടാണ് ബാബ പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന ഈ യോഗവിദ്യ, രാജയോഗത്തിന്റെ വിദ്യയാണ് ഏറ്റവും വലിയ വിജ്ഞാനം, ഏറ്റവും വലിയ സയൻസ്. वो എയർ കണ്ടീഷൻ ദ്വാര സുഖ ദേത്താ ഹെ. സയൻസ് നിങ്ങൾക്ക് AC-യിലൂടെ സുഖം നൽകും, വിശ്രമം നൽകും. ആപ് സാധന ദ്വാര. പക്ഷെ ബാബ പറയുന്ന യോഗവിദ്യ, രാജയോഗത്തിന്റെ വിദ്യയിലൂടെ ബാബ നിങ്ങളെ സാധനയിലൂടെ എത്ര സമയം ശീതളമായ സ്ഥിതിയിലിരിക്കണം. ബാബനെ ശീതള സ്ഥിതിയാകുന്ന എയർ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകാൻ അല്ലേ.
ചില സമയത്ത് നമുക്ക് നല്ല അവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് താഴേക്ക് ഇറങ്ങാൻ പോലും തോന്നില്ലല്ലോ. ഈ ലോകത്തിലേക്ക്, ഈ ശരീരത്തിലേക്ക്, അല്ല ഈ ശരീരത്തിൻ്റെ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോലും തോന്നില്ല. ഏതവസ്ഥ നമുക്ക് കിട്ടിയോ ദേഹത്തുനിന്ന് വേറിട്ട് ബാബയുടെ രീതിയിലിരിക്കുമ്പോൾ. അപ്പം ആ ശീതള സ്ഥിതിയാണ് നിങ്ങൾക്ക് ഈ യോഗവിദ്യയിലൂടെ ലഭിക്കുന്നത്. ജബ് ചാഹോ ജബ് തബ് ജ്വാല സ്വരൂപ് കാ. ബാബ പറയാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ജ്വാല സ്വരൂപം, പവർഫുൾ യോഗത്തിൻ്റെ അനുഭവം, ശക്തി രൂപം അനുഭവിക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അത് ശീതള സ്ഥിതിയിലിരിക്കാൻ, ശാന്തിയാണെങ്കിൽ ശാന്തിയുടെ ശീതളത, ശക്തിയുടെ അനുഭവം ആഗ്രഹിക്കുമ്പോൾ ശക്തിശാലി സ്ഥിതിയുടെ അനുഭവം. ഹദ്ക വിജ്ഞാൻ, പരിധിയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ അല്പസമയത്തേക്ക് വിശ്രമം തരും നിങ്ങൾക്ക്. ലേക്കിൻ ആപ് സദാ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് സദാകാലത്തെ വിശ്രമമല്ലേ, സദാശാന്തി, സദാശക്തി. ബാബ പറയണേ അതേപോലെ സുഖകരമായ ഉറക്കം, ഇതെല്ലാമല്ലേ നിങ്ങൾക്ക് ആവശ്യം. चैन से उठते हो, चैन से सारा कार्य करते हो, बेचैन होते हो क्या? ബാബ പറയണേ, ബാബ നിങ്ങൾക്ക് ഈ യോഗവിദ്യ പഠിപ്പിച്ച് തന്ന് സുഖമായിട്ട് ഉറങ്ങാൻ, സുഖമായി രാവിലെ ഉണർന്നെഴുന്നേക്കാൻ പഠിപ്പിക്കുകയല്ലേ. ബാബ പറയണേ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉറങ്ങാനും കഷ്ടമില്ല മക്കൾക്ക്. ബാബനെ ഉണർന്ന് ജീവിതം രാവിലെ മുതൽ വൈകുന്നവരെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബാബ പറയണേ വിഷമങ്ങളും ഇല്ലല്ലോ. ജബ് ആസൻ സെ ഉദർ ആത്തേ ഹോ തബ് ബേചൈൻ ഹോത്തേ ഹോ. ഇനി ബാബ പറയണേ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരുന്നുവെങ്കിൽ, അതിൻ്റെ കാരണം എന്താണ്? ദുഃഖിക്കേണ്ടി വരുന്നുവെങ്കിൽ, വിഷമിക്കേണ്ടി വരുന്നുവെങ്കിൽ ബാബ പറയണ തീർച്ചയായും നിങ്ങൾ ഏത് കസേരയിൽ ഞാൻ ഇരിക്കാൻ പറഞ്ഞോ ആ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടിയും വിഷമിക്കേണ്ടിയും വരുന്നത്. നഹീം തോ ബേച്ചൈൻ കാ നാം നിശാൻ നഹീം. ഇല്ലെങ്കിൽ ബാബ പറയണേ, ഞാൻ ഇരിക്കാൻ പറഞ്ഞ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഏതാ സീറ്റ് നേരത്തെ പറഞ്ഞില്ലേ ബാബ? കസേര ഏതാണ്? ഏകരസസ്ഥിതി. അതിൻ്റെ 4 കാലുകൾ ഏതാണ്? 4 സത്തകൾ അല്ലേ? ജീവിതം ജീവിക്കാനുള്ള 4 കലകൾ. ആ കലയുടെ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ബാബ പറയണേ നിങ്ങൾക്ക് ദുഃഖവും വിഷമവും ഉണ്ടാക്കില്ല. വിജ്ഞാൻ ഓർ ക്യാ കർത്താ ഹെ. സയൻസ് ഇനി എന്താ ചെയ്യണേ? രസത്തിനുള്ള, സന്തോഷിപ്പിക്കാനുള്ള നിറയെ സാധനങ്ങൾ ഉണ്ടാക്കിത്തരും. ഓർ ആപ്കാ മൻ ഉദാസ് ഹോത്താ ഹി നഹീ. ബാബ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെയും ആവശ്യമില്ലല്ലോ. രസിക്കാനുള്ള സാധനം സയൻസും ടെക്നോളജി അതല്ലേ തരുന്നത്. കളിക്കാനും ചിരിക്കാനുള്ള നിറയെ സാധനങ്ങൾ തരും. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ഉദാസീനമേ ആകില്ലല്ലോ, നിങ്ങൾ മൂഡ് ഓഫേ ആകില്ലല്ലോ. നിങ്ങൾ മൂഡ് ഓഫ് ആയാലല്ലേ നിങ്ങൾക്ക് പിന്നെ മൂഡ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ കളിക്കാനുള്ള സാധനങ്ങളുടെ ആവശ്യം. അതൊക്കെ മനോരഞ്ജൻ കെ, പരിധിയുള്ള രസത്തിനുള്ള സാധനങ്ങളും ബാബ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താവശ്യം? ക്യോങ്കി ഉദാസ് തബ് ഹോത്താ ഹെ. ബാബ പറഞ്ഞ ആരാ ഉദാസീനരാകുന്നേ? മൂഡ് ഓഫ് ആകുന്നത് ആരാണ്? ജബ് മൻ കെ ദാസ് ബൻതേ ഹോ. ആത്മാവ് മനസ്സിൻ്റെ ദാസനാകുമ്പോഴാണ് ഉദാസീനത വരുന്നത്. ബാബ പറഞ്ഞ നിങ്ങൾ ദാസന്മാരല്ലല്ലോ, അധികാരി കുട്ടികളല്ലേ. ആത്മാവ് രാജാവായിട്ടല്ലേ ഇരിക്കണേ. ആത്മാവ് ഒരിക്കലും ബാബ പറയണേ മനസ്സിനോ ബുദ്ധിക്കോ സംസ്കാരത്തിനോ ഒന്നും ദാസനാകുന്നില്ലല്ലോ. ദാസ്യത്വത്തിലേക്ക് പോയ ഉദാസീനത ഉണ്ടാക്കും. ദാസരാകുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് 63 ജന്മങ്ങളുടെ സംസ്കാരം ഉയർന്നു വരുന്നുണ്ടോ? ഇപ്പോൾ ചക്രവർത്തിയാകേണ്ടവരല്ലേ, ദാസന്മാരാകരുത്. ആരായിരിക്കണം? ദാസനാകരുത്, ഉദാസീനതയുള്ളവരാകരുത്, ആനന്ദത്തിലിരിക്കുന്ന ചക്രവർത്തിമാരായിരിക്കണം. ഏകാന്തമേ ഹേ തൊബി മൗഷ്മേ ഹേ. ബാബ പറയണേ, നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നാലും സന്തോഷം. ഒരു വലിയ കൂട്ടായ്മയ്ക്കുള്ളിലാണ് നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരുന്നത് പാർട്ടെങ്കിൽ അവിടെയും സന്തോഷം. ബാബ പറഞ്ഞ അവരെയാണ് എന്ത് പറയുക? സദാ സന്തോഷത്തിലിരിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന അതും ഓക്കെ, അല്ല കൂട്ടായ്മയിൽ കൂടണമെങ്കിൽ അതും ഓക്കെ. അവിടെയാണ് ജീവിക്കേണ്ടതെങ്കിൽ അതും അവിടെയും സന്തോഷം. രണ്ടിലും സന്തോഷം കാണാൻ കഴിയുന്നവർ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ, കൂട്ടായ്മയിൽ വന്നു പോകുമ്പോൾ അയ്യോ എനിക്ക് കൂട്ടത്തിൽ പറ്റില്ലേ. ബാബ പറയണേ രണ്ടുമല്ല. ഏതാണോ ജീവിത സാഹചര്യം,
രണ്ട് തരത്തിലുള്ള സാഹചര്യത്തിലും ആനന്ദത്തോടെ ക്രോസ് ചെയ്യാൻ പറ്റണം. സദാ മൗസൂങ്ക के दादा मालिक बाबा के साथ रहते हो ना. ബാബ പറയണേ, ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടായ്മയിലിരിക്കുമ്പോഴും സദാ ആനന്ദത്തിലിരിക്കാൻ ആർക്കേ പറ്റുള്ളൂ? സദാ ആനന്ദത്തിൻ്റെ ദാതാവായ ബാബയോടൊപ്പം ജീവിക്കുന്ന കുട്ടികൾ. കബി കബി റൂട്ട് ജാത്തേ ഹോ. ബാബുജിക്കിന് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്ന സ്വഭാവമുണ്ടോ? പിണങ്ങുന്നവരാണോ? പിണങ്ങില്ലല്ലോ. മൻ അഥവാ മുഹക്കോ. ബാബ പറഞ്ഞ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ മുഖം കൊണ്ടോ ബാബ പറഞ്ഞ തിരിയാറില്ലല്ലോ. നിങ്ങൾ മുഖം തിരിക്കുന്നവരല്ലല്ലോ, മനസ്സിനെയും മുഖത്തെയും തിരിക്കുന്നവരല്ലല്ലോ, നിങ്ങൾ പിണങ്ങുന്നവരല്ലല്ലോ. ऐसे ചെക്ക് കറോ. ഇതൊക്കെ പരിശോധിക്കൂ. വിജ്ഞാൻ കി സത്ത കഹാൻ തക്. സയൻസിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ബാബ പറഞ്ഞ ഇതൊക്കെ നിങ്ങൾ നോക്കണം. നമ്മുടെ സയൻസ് അല്ല, രാജയോഗത്തിന്റെ സയൻസ് ബാബ പറയണ പഠിക്കുന്ന കുട്ടികൾ ഇതെല്ലാം പരിശോധിക്കണം. ऐसे ही ധർമ്മസത്ത. അടുത്തതേത്? ധാർമ്മികതയുടെ സത്ത. ധർമ്മസത്ത. ധർമ്മ അർത്ഥാത് ശ്രേഷ്ഠ ജീവൻ ജീനേക്ക് കല. ധാർമ്മികത എന്നിലുണ്ടോ, ധർമ്മം എന്നിലുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കും? ധർമ്മം, അർത്ഥം, ശ്രേഷ്ഠ ജീവിതം ജീവിക്കാനുള്ള കല. ഈ ധാരണയാണ് എന്ത് പറയണേ? ധർമ്മം. ശ്രേഷ്ഠ ജീവിതം ജീവിക്കാനുള്ള കലയുടെ പേരാണ് ധർമ്മം. ആപ് സബ് തോ ധർമ്മ ആത്മായേ ഭീ ഹോ. താങ്കൾ കുട്ടികളെല്ലാവരും ധർമാത്മാക്കളല്ലേ? ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്ന ആത്മാക്കളല്ലേ? സ്വയം പരിശോധിക്കൂ. ബ്രാഹ്മണ ജീവിതമല്ലേ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കണേ? ബ്രാഹ്മണനായിട്ടല്ലേ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കണേ? ബ്രാഹ്മണ ജീവിതം ജീവിക്കുന്നു. അർത്ഥം സദാ നിർവികൽപ്പം, വികാരങ്ങളില്ലാത്തവർ, നിർവിഘ്നം, വിഘ്നങ്ങളിൽ വിജയിച്ചു പോകുന്നവർ, നിർവികർമ്മി, വികർമ്മങ്ങൾ ചെയ്യാത്തവർ, സദാ നിരാകാരി, സാകാരി. നിരാകാരിയാണെന്ന ബോധത്തിൽ ശരീരത്തിലിരിക്കുന്നവർ, നിരാകാരി ആത്മാവാണെന്ന ബോധത്തിൽ ശരീരത്തിലിരിക്കുന്നവർ, ഇവരെ എന്ത് പറയുള്ളൂ? ബ്രാഹ്മണ ജീവിതം ജീവിക്കുന്നവർ. ആര്? ഒന്ന് നിർവികൽപ്പം, വികാരങ്ങളില്ലാത്തവർ. നിർവിഘ്നം, എല്ലാ വിഘ്നങ്ങളിലും വിജയിച്ചു പോകുന്നവർ. നിർവികർമ്മി, വികർമ്മങ്ങൾ ചെയ്യാത്തവർ. നാലാമത്തത് ഏതാ പറഞ്ഞേ? സാകാരത്തിലാണെങ്കിലും നിരാകാര ബോധത്തിൽ സാകാരത്തിലിരിക്കുന്നവർ. ഇസ്കോ കഹ ജാത്താ ഹൈ. ബാബ പറഞ്ഞ ഈ 4 ധാരണകൾ ജീവിതത്തിലുണ്ടെങ്കിൽ എന്ത് പറയാം? ജീവൻ ജീനേക്ക് കല ഹൈ. ജീവിതം ജീവിക്കാനുള്ള കല പഠിച്ചു. ജഹാൻ കൊയ് ഹദ് കി ഇച്ഛ നഹീ. അവിടെ പിന്നെ പരിധിയുള്ള ഒരു ഇച്ഛയും ഉണ്ടാവില്ല, ഒരു അപ്രാപ്തിയും ഉണ്ടാവില്ല. സദാ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഏത് പാട്ട്? നല്ല ഉണ്ടായിരുന്നല്ലോ ബാബയുടെ വരദാനത്തിൽ. ഏത് പാട്ട്? ഏത് പാട്ട്? ജോ പാനാ ഥാ സോ പാ ലിയാ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു, നേടേണ്ടത് ഞാൻ നേടിക്കഴിഞ്ഞു. ഈ അവസ്ഥ, ഈ ധാരണയോടുകൂടി ജീവിക്കുന്നവരെ എന്ത് പറയാം? ധർമ്മസത്തയുള്ളവർ. ധാർമ്മികതയുടെ ബലമുണ്ട്. അതാണ് ധർമ്മത്തിന്റെ ബലം എന്ന് പറയാ ബാബ. അപ്പൊ സോച്ചോ, ഇനി ചിന്തിക്കൂ. ഈ 4 പവറുകളും 4 അധികാരങ്ങളും എൻ്റെ നിത്യജീവിതത്തിൽ എത്രത്തോളമുണ്ട്? 4 കാലുകളും ഉള്ള ഏകരസ കസേരയിലല്ലേ ഞാൻ ഇരിക്കണം? 4 കാലുകളുമുള്ള ഏകരസ കസേര. ഈ 4 കാലുകൾ കസേരയുടെ ഏതെങ്കിലും ഒന്ന് വലുത്, ഒരു കാല് ചെറുത്, അങ്ങനെയല്ലല്ലോ. 4 കാലുകളും ഒരേ വലിപ്പമുള്ളതായിരിക്കണം. അപ്പോഴേ ഇളകാതെ കസേരയിൽ ഇരിക്കുള്ളൂ, കുലുങ്ങാതെ ഇരിക്കുള്ളൂ കസേര. ഇതിലേതെങ്കിലും ഒരു കാല് ചെറുതോ വലുതോ ആണെങ്കിൽ ബാബനെ കസേരയിൽ ശരിക്കിരിക്കാൻ പറ്റില്ല. എന്താ കാര്യം? കസേര ഇളകിക്കൊണ്ടിരിക്കും, ആടിക്കൊണ്ടിരിക്കും. അത്ര സുന്ദര ഉപമയോട് കൂടിയിട്ടാണല്ലേ ബാബ അത്ര വലിയ കാര്യം പറയണേ. പക്ഷെ എത്ര സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഒരു കസേര ഉദാഹരണം വെച്ച് ബാബ പറയണേ. സുന, മനസ്സിലായോ? കേട്ടല്ലോ?
എന്താണ് ബാബ ഇന്ന് നോക്കിയതെന്ന്? ഹറേക്ക് ബച്ചേമേ ചാരൂ സത്തായി, എൻ്റെ ഓരോ മക്കളിലും ഈ 4 പവറുകൾ എത്രത്തോളം എവിടം വരെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്? സന്തോഷത്തോടു കൂടി ജീവിതം ജീവിക്കുന്നവരല്ലേ? നിവർത്തികേടുകൊണ്ട് ജീവിക്കുന്നവരല്ലല്ലോ. പോണുണ്ട്, പോണമല്ലോ, പോയല്ലേ പറ്റൂ. അപ്പം ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ജീവിക്കണേ. നിവർത്തികേട് കൊണ്ടും ജീവിക്കുകയല്ലല്ലോ. അതിനെ ജീവിതം എന്ന് പറയില്ല. ബാബ പറയണേ, കബി മർത്താ ഹേ കബി ജീത്താ ഹേ, കബി സാസ് റുക്ക് ജാത്താ ഹേ. ഇടയ്ക്ക് മരിച്ച പോലെ, ചത്ത പോലെ ജീവിക്കുക. ഇടയ്ക്ക് നോക്കുമ്പോൾ ഭയങ്കര ഉഷാറോടെ ജീവിക്കുക. ഇടയ്ക്ക് നോക്കുമ്പോൾ ശ്വാസമൊക്കെ നിന്ന് പോയ പോലെ. ബാബ പറയണേ, ഇടയ്ക്ക് നോക്കുമ്പോൾ ആകെ സ്ലോ ഡൗൺ, എഴഞ്ഞ് പതുക്കെ പതുക്കെ നീങ്ങണം. ഇടയ്ക്ക് നോക്കുമ്പോൾ ഭയങ്കര സ്പീഡ്. ബാബ പറഞ്ഞ ഇതിനെയും ജീവിതം എന്ന് പറയില്ല. ഇതിനെയും ജീവിതമെന്ന് പറയില്ല. അച്ഛാ, ബാബ മുരളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സഭയിൽ ഏതോ ഒരു ആത്മാവിനൊരു സഹോദരിക്ക് പെട്ടെന്ന് എന്തോ അസുഖം വന്നു. ക്ലാസ് മുരളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോവല്ലോ. അപ്പോൾ ബാബ പറഞ്ഞു, സെക്കൻഡ് മേ ഫുൾ സ്റ്റോപ്പ് ലഗാന ആത്തേ ഹോ. ബാബ പറഞ്ഞൊരു സംഭവം നടന്നു. പക്ഷേ നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് സെക്കൻഡിൽ ഇടാൻ പറ്റുമോ? അതോ ഇനി ചിന്തിച്ചുകൊണ്ടിരിക്കുമോ, അയ്യോ ആ സിസ്റ്റർക്ക് എന്തായിരിക്കും പറ്റിയത്, വീണു, എല്ലാവരും എടുത്തിട്ട് പോയി, എന്തായിരിക്കുമോ? അപ്പോൾ ബാബ പറയണ, സെക്കൻഡിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുമോ? അതോ ചിന്ത ഇനി അതിൻ്റെ പിന്നാലെ പോവോ? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ ബാബ മുരളി നിർത്തിക്കൊണ്ടിരിക്കുക. എന്നാലും ബാബ പറയുന്ന മുരളി നിങ്ങൾ കേൾക്കുമോ, അതോ ചിന്ത അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ? ഏതായിരിക്കും? അപ്പോൾ ബാബ ചോദിച്ചു, സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആരാണോ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയതല്ലേ, ഹോസ്പിറ്റലിലുള്ളവർ അവരാണ് ടേക്ക് കെയർ ചെയ്യുക. പക്ഷെ നമ്മൾ വിടില്ലല്ലോ. നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യും? സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ബാബ ചോദിക്കണേ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ എത്ര സമയം? ആ സംഭവം വെച്ചിട്ട് ബാബ ചോദിച്ചു, ശരി അവർക്ക് അസുഖമായി, അവരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. പക്ഷെ നിങ്ങൾക്ക് ആ സംഭവത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ എത്ര സമയം? ബീത്തി സോ ബീത്തി, കഴിഞ്ഞത് കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്. യഹി വിജ്ഞാനേ. ബാബന് ഇതിനെയാണ് സയൻസ് എന്ന് പറയാം. ഇതിനെയാണ് വിദ്യയുടെ ബലമെന്ന് പറയാം. കഴിഞ്ഞതിന് അപ്പോ ബിന്ദു വിടാൻ കഴിയുക. വിജ്ഞാൻ ബി ചീസ്കോ മിഠാതിത്ത. ബാബന് സയൻസിന് അത്രയും പവർ ഉണ്ടല്ലോ. എന്ത് കഴിഞ്ഞോ സെക്കൻഡിൽ മായ്ച്ചു കളയാനുള്ള പവർ. ബേഹദ് കെ വിജ്ഞാൻ കി സത്ത, പരിധിയില്ലാത്ത വിജ്ഞാനമാണ് ബാബ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ യോഗവിദ്യയുടെ പവറാണ് സെക്കൻഡിൽ ബിന്ദു എടുക്കുക, ഫുൾ സ്റ്റോപ്പ്. इसके लिए ही तपस्या का गोल्डन चांस मिला है. ഇതിന് തന്നെയാണ് തപസ്യയുടെ സുവർണ അവസരം കിട്ടിയിരിക്കുന്നത്. ഇതിന് തന്നെയാണ് തപസ്യക്കുള്ള സുവർണാവസരം കിട്ടിയിരിക്കുന്നത്. ക്യോങ്കി ഫൈനൽ പേപ്പർ മേ, എന്തുകൊണ്ടെന്നാൽ ഫൈനൽ പേപ്പറിൽ നാനാഭാഗത്തുനിന്ന് പ്രകൃതിയുടെ 5 തത്വങ്ങൾ, ബാബ പറയണേ, പ്രകൃതിയുടെ 5 തത്വങ്ങളും 5 വികാരങ്ങളും എല്ലാവരും ചേർന്ന് ഇളക്കാൻ ശ്രമിക്കും. 5 തത്വങ്ങളും ഇളകും, നിങ്ങളെ ഇളക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള 5 വികാരങ്ങളും അതേസമയം ഈ 5 10 പേര് ഒരേ സമയത്ത് നിങ്ങളെ കുളിക്കാൻ നോക്കും. സ്വന്തം ദേഹമാകുന്ന പ്രകൃതി, പുറമേയുള്ള പ്രകൃതിയുടെ ഇളക്കം, നിങ്ങളുടെ ഉള്ളിലുള്ള 5 വികാരങ്ങളാണ്. അപ്പൊ ബാബ പറയണേ, ഇത്രയും പേപ്പർ ഒരുമിച്ച് വരുമ്പോൾ അതി ഹൽചൽ മേ സെക്കൻഡ് മേ അജൽ രഹനെ വാലെ, ഇത്രയും നിങ്ങളെ ഒരുമിച്ചിളക്കാൻ ശ്രമിക്കുമ്പോൾ ബാബ പറയണേ, നിങ്ങൾക്ക് അപ്പോഴും അചഞ്ചലരായിരിക്കാൻ കഴിയുന്നതിലൂടെ മാത്രമേ പാസ് വിത്ത് ഓണറാക്കാൻ കഴിയും. ഇതിനാണ് പേപ്പർ ഒരുമിച്ച് വരണം. പക്ഷെ നമുക്കപ്പോൾ അറിയില്ലല്ലോ. നമ്മളപ്പോൾ എന്ത് വിചാരിക്കും, ചിലപ്പോൾ ഈ പേപ്പറുകൾ ഒരുമിച്ച് വരുമ്പോൾ, അയ്യോ ബാബ എനിക്ക് എന്താ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം കൂടി പേപ്പർ ഒരുമിച്ച് എന്ന് വിചാരിക്കും.
ബാബ പറയണ് ഈ പേപ്പർ ഒരുമിച്ച് വരുന്ന എന്തിനാണ്? അല്ലെ, നമ്മളെ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ. അകത്തുനിന്നും പുറത്തുനിന്നും പേപ്പർ ഒരുമിച്ച് വരുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി എന്താ? ഈ അവസ്ഥയെ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോഴും എനിക്ക് ജ്ഞാനയുക്തമായിട്ട് ചിന്തിക്കാനും വ്യവഹരിക്കാനും അല്ലേ, എൻ്റെ മാനസികാവസ്ഥയെ നിലനിർത്താനും ബാബയിലും ബാബയുടെ മഹാവാക്യത്തിലും മുറുകെ പിടിച്ച് സഞ്ചരിക്കാനും എനിക്ക് കഴിയുന്നുണ്ടോ? ऐसा नहीं समझना कि लास्ट में ഏകാന്ത में बैठ പേപ്പർ देना है. ബാബ പറയുന്ന അല്ലാതെ അവസാന പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വിചാരിക്കരുത്, നിങ്ങൾ ഒറ്റയ്ക്കൊരു ഒരു സ്ഥലത്തൊരു മുറിയിൽ ഒരു കോണിൽ പോയിരിക്കും, അപ്പം നിങ്ങൾക്ക് പേപ്പർ വരും, അപ്പം നിങ്ങൾ പേപ്പർ ഫേസ് ചെയ്യും. അപ്പം ഇതൊന്നുമല്ല നിങ്ങൾക്ക് നടക്കണം. ഇപ്പം ബാബ പറഞ്ഞ് ഈ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാമാണ് നിങ്ങൾക്കുള്ള ടെസ്റ്റ് എന്ന് പറയണേ. അതി ഹൽച്ചൽ മേ അതി അജൽ. ബാബ പറയണ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അതിശക്തിയോടുകൂടി നിങ്ങളെ ഇളക്കാൻ, നാല് വശത്തുനിന്നും ഇളക്കാനുള്ള സംഭവങ്ങൾ വരുമ്പോൾ താങ്കൾ അതിയായ അചഞ്ചല സ്ഥിതിയിലിരിക്കുന്നുണ്ടോ? ഇതൊരു വലിയ അല്ലേ, മഹത്വപൂർണമായ അവസ്ഥയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ക്രോസ് ചെയ്യേണ്ടി വരും. ചിലരിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകാം, ചിലർക്ക് ഇനി ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പം ബാബ പറയണേ അതിയായ ഇളക്കം, നാല് വശത്തുനിന്ന് ഇളക്കാൻ ഉള്ള സംഭവങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ പക്ഷെ ആന്തരികമായി നിങ്ങൾ അതിയായ അചഞ്ചലാവസ്ഥ. അതായിരുന്നല്ലോ നമ്മൾ ബ്രഹ്മബാബയിൽ കണ്ടത്, മമ്മയിലും കണ്ടത്. അതുകൊണ്ട് ബാബ പറയണേ, അതുകൊണ്ടാണ് ഫോളോ ഫാദർ എന്ന് പറയണ ബാബ. അതുകൊണ്ട് ഈ രണ്ട് വാക്കുകൾ നമ്മുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. അജൽ അഡോൾ, അജൽ അഡോൾ. ബാബ വർഷങ്ങളായിട്ട് നമ്മളെ ഈ പാഠം ഉറപ്പിക്കുകയാണ്. അജൽ അഡോൾ, ഇളകരുത്, കുലുങ്ങരുത്. ഇളക്കാൻ വരുമ്പോഴിളങ്ങരുത്, കുലുക്കാൻ വന്നാലും വരും, പക്ഷെ കുലുങ്ങാതെ പോകണം. ഇത് ബാബയുടെ മഹാമന്ത്രമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അല്ലേ ഇളകിക്കഴിഞ്ഞിട്ട് ഓർമ്മ വരണം. ആ ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ അജൽ അഡോൾ അല്ലെ. ശ്രീമത്ത് പകുതിയെ നമുക്ക് ഓർമ്മ വരുള്ളൂ, പകുതി നമ്മുടെ സ്ഥിതിയെല്ലാം കേടുവന്നിട്ട് ഓർമ്മ വരും. ഏഹേ പേപ്പർ. ബാബ പറയണേ ആ അതിയായ ഇളക്കത്തിന്റെ സാഹചര്യം എന്തിനാ വരണേ? ഇതാണ് താങ്കൾക്കുള്ള പേപ്പർ, ഇതാണ് എനിക്കുള്ള പേപ്പർ. എഹി ക്വസ്റ്റ്യൻ ആയേക, ഇതാണ് ചോദ്യ പേപ്പർ, ഇതാണ് എനിക്കുള്ള ചോദ്യം. ഇസ്ലിയെ അഭി സെ അഭ്യാസ് കറോ. അതുകൊണ്ട് ബാബ പറയണേ ഇപ്പോൾ മുതലേ താങ്കൾ പ്രാക്ടീസ് ചെയ്യൂ. ചെറിയ ചെറിയ പേപ്പറുകൾ വരുമ്പോൾ പ്രാക്ടീസ് ചെയ്തോളൂ. ഈ ചെറിയ പേപ്പറിൽ എനിക്ക് ജയിച്ചില്ലെങ്കിൽ നാല് വശത്തു നിന്ന് എല്ലാ പേപ്പറും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഞാൻ എങ്ങനെ ജയിക്കും? ഇപ്പം മുതലേ പ്രാക്ടീസ് വേണം. ബാഹർ കി ഹൽച്ചൽ മൻകോ. എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടേ? പുറമേ ഇളക്കത്തിൻ്റെ എന്നെ ഇളക്കാനുള്ള സംഭവങ്ങൾ വരുമ്പോൾ ആന്തരികമായി ഞാൻ ഇളകാതിരിക്കുക. പുറമേ ഇളക്കാനുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴും ആന്തരികമായി ഞാൻ സ്ട്രോങ് ആയിരിക്കുക. ഇസ്കോ ഹി കഹ ജാത്താ ഹൈ. ഈ അവസ്ഥയാണ് ബാബ ഏത് പേരിട്ട് വിളിക്കണേ? വിജയി രത്നം. ബാബന് അവർക്കുള്ള ടൈറ്റിലാണ് വിജയി രത്നം, സമ്മാനം. വിജയി രത്നം. അച്ഛാ, ചാരോ ഓർക്കെ നാനാഭാഗത്തുമുള്ള ശ്രേഷ്ഠ ധർമ്മസത്തയുള്ള ധർമാത്മാക്കൾ, പരിധിയില്ലാത്ത സയൻസിൻ്റെ അധികാരമുള്ള, സയൻസിൻ്റെ ശക്തിയോട് കൂടിയ സാധനങ്ങൾ, സാധനാ സ്വരൂപ ആത്മാവും, സയൻസിൻ്റെ പവറോട് കൂടി സാധനാ സ്വരൂപരായവർ, രാജ്യാധികാരമുള്ള സ്വരാജ്യാധികാരികൾ, ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ പവറുള്ള കർമ്മയോഗി ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ പരിധിയില്ലാത്ത ചക്രവർത്തിമാരാക്കി മാറ്റുന്ന ബാബയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരം.